Hi guys, welcome back to Pitch Report. നമ്മൾ 2026 വേൾഡ് കപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ഓറ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വേൾഡ് കപ്പ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ നടക്കാൻ പോകുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ജേഴ്സി ഒക്കെ ധരിച്ചിട്ടാണ് നമ്മൾ ഇത് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഏത് സ്കോഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോർച്ചുഗീസ് ടീമിനെ, പോർച്ചുഗലിനെ പറ്റിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക വേൾഡ് കപ്പ് കഴിയുന്നത് വരെ. ആൻഡ് നമ്മൾ ആ പോർച്ചുഗൽ സ്കോഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പോവുകയാണ്. യെസ്, കഴിഞ്ഞ വീഡിയോയിൽ കയ്യിൽ വെച്ചതുപോലെ തന്നെ ഒരു സ്കോഡ് ലിസ്റ്റ് ഞാൻ ഇന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ആദ്യം തന്നെ ഗോൾ കീപ്പേഴ്സ് തുടങ്ങാം. അത് തന്നെ ഡീഗോ കോസ്റ്റ, നമ്പർ 1 ഗോൾ കീപ്പർ ആണ് പോർച്ചുഗലിന്റെ. ആൻഡ് ജോസ ആൻഡ് റൂയി സിൽവ നല്ലൊരു കീപ്പർ ആട്ടോ. ആൻഡ് റിക്കാർഡോ വെലോ നല്ല കീപ്പറാണ്. ഇവരൊക്കെ സെക്കൻഡറി ഓപ്ഷൻസ് ആണ്. ഡീഗോ കോസ്റ്റ ആണ് നമ്പർ 1 കീപ്പർ. ആൻഡ് അപ്പൊ ഗോൾ കീപ്പേഴ്സിന്റെ കാര്യത്തിൽ വേറെ സംശയത്തിന്റെ ഒന്നും ആവശ്യം ആയിരിക്കില്ല, കാരണം പ്രൈമറി ചോയ്സ് ആയിട്ട് ഡീഗോ കോസ്റ്റ ഉണ്ടാവുന്ന കാര്യം കൺഫേം ആണ്. ആൻഡ് സെക്കൻഡ് ആയിട്ട് എനിക്ക് റിക്കാർഡോ വേലോ അതേപോലെ റൂയി സിൽവ ആവാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നു, എനിക്ക് അറിയില്ല അതിനെ പറ്റി. ഇനി നമുക്ക് പോർച്ചുഗലിന്റെ ഡിഫൻസ് അത് എത്രത്തോളം ശക്തമാണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ന്യൂനോ മെൻഡസിന്റെ സർവീസ് പോർച്ചുഗലിന് അവൈലബിൾ ആണ്. ബാക്കി ആരൊക്കെയാണ് അവരെ ഡിഫൻസ് കാക്കാൻ അവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡീഗോ ഡാലോട്ട്, മാൻ യുണൈറ്റഡ് പ്ലെയർ ആണ്. ഡീഗോ ഡാലോട്ട് അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡീഗോ ഡാലോട്ട് ബേസിക് മിലാനിലൊക്കെ ആയിരുന്നു, അത്യാവശ്യം കാപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. ആൻഡ് മാത്യൂസ് നൂനസിനെ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നെൽസൺ സെമാഡോ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം പ്രൊഫഷണൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് പോർച്ചുഗലിൽ കമ്പാരിങ് ടു കുറച്ച് പഴയ കാലം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് പേപ്പറിൽ മാത്രമല്ല മൊത്തം പ്രൊഫഷണൽ, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗുകൾ കളിക്കുന്ന ഒരുവിധം പ്ലേയേഴ്സ് ഒക്കെ ഇപ്പം പോർച്ചുഗൽ സ്കോഡിൽ ഉണ്ട് എന്നുള്ളതാണ്. സെമാഡോ, ജോയ കാൻസലോ, ബാഴ്സലോണ ഫാൻസിനെ സംബന്ധിച്ച് അവിടെ ഒരു ലോയൽ ഡിഫൻഡർ ആണ് കാൻസലോ, തിരിച്ചു വന്നിട്ടുണ്ട് അൽ ഹിലാലിൽ നിന്ന്. ഇപ്പോൾ കാൻസലോ, ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്, നമ്മൾ പറഞ്ഞ PSG ഒക്കെ പ്ലെയർ ആയിട്ടുള്ള ന്യൂനോ മെൻഡസ്, പിന്നെ ഇനാസിയോ ഉണ്ട്, പിന്നെ റനാച്ചോ വെയ്ഗ, റൂബൻ ഡിയാസ് മാൻ സിറ്റിയുടെ ലെജൻഡറി ഡിഫൻഡർ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ ആണ് റൂബൻ ഡിയാസ്, അടിപൊളി ഡിഫൻഡർ ആണ്. പിന്നെ തോമസ് അരാജോ. ടോട്ടൽ ഡിഫൻഡേഴ്സ് 9 ആൾക്കാരാണ്. അതായത് CBയും LBയും RBയും എല്ലാം അടക്കം 9 ആൾക്കാരാണ് പോർച്ചുഗൽ സ്ക്വാഡിലുള്ളത്. ആൻഡ് ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമിന്റെ ചരട് വലികൾ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് മിഡ്ഫീൽഡ് ഏരിയകളാണ്. അതായത് മിഡ്ഫീൽഡുകാരാണ് ഓരോ മത്സരവും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് നമുക്കറിയാം. സോ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. കാരണം ഇപ്പം നിലവിലെ എല്ലാ സ്റ്റാറ്റുകളും വെച്ച് നോക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് തന്നെ പറയാം, ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള വിറ്റീനിയയും അതേപോലെ തന്നെ പ്രീമിയർ ലീഗിലെ ഈ ഒരു സീസൺ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ പോർച്ചുഗൽ മിഡ്ഫീൽഡേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് മിഡ്ഫീൽഡേഴ്സ് ലിസ്റ്റ് ഒന്ന് വായിക്കാം. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആദ്യം തന്നെ റൂബൻ നവാസിനെ അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കമന്റ് ചെയ്യണം. ആൻഡ് സാമുവൽ കോസ്റ്റ, ജോ നവാസിനെ അറിയില്ലേ? PSG പ്ലെയർ, ചെക്കൻ അസാധ്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിനറി പ്ലെയർ ആണ്. അവന്റെ ഇൻസൈഡ് ചെയ്തിട്ടുള്ള ഒരു വരുത്തം കണ്ടു, ഇന്നൊക്കെ ചെയ്ത് ഭയങ്കര ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്ലെയർ ആണ്. ഓഫ് ദ പിച്ചും ഓൺ ദ പിച്ചിലും ഭയങ്കര ഡിസിപ്ലിനറി ആൻഡ് നീറ്റ് പ്ലെയർ ആണ്. ആൻഡ് വിറ്റീന്യ പോർച്ചുഗീസ് വിപ്ലവം മിഡ്ഫീൽഡിലെ വിറ്റീന്യ. ആൻഡ് കഴിഞ്ഞ നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ മറ്റേ സാധനം റിബണൊക്കെ ഇറക്കിയുള്ള ഒരു ഐക്കോണിക് പോക്കൊക്കെ ഉണ്ട്. ചെറുക്കൻ ടീമിൽ ഉണ്ടാവുന്ന കാര്യം കൺഫേം ആണ്. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ് ഹൃദയമാണ് പോർച്ചുഗലിന്റെ ഈ ഒരു സീസണിൽ. കാരണം ക്രിസ്ത്യാനോ എന്നുള്ളൊരു പേര് അതൊരു ഈ ഒരു സീസണോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പോട് കൂടി എൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു അസിസ്റ്റന്റ് ക്യാപ്റ്റൻ, ഇനി അങ്ങോട്ടുള്ളൊരു ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. മാൻ യുണൈറ്റഡ് ക്യാപ്റ്റൻ ആണ്. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡിലുണ്ട്. ആൻഡ് ബെർണാർഡോ സിൽവ ഒന്നും അറിയാത്ത ആരും മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ പലരും പല വീഡിയോസിലും പറയുന്നുണ്ട് ഫ്രാൻസിന്റെ അറ്റാക്കിനെ പറ്റിയിട്ട്. ആരും അവർ സംസാരിക്കാത്തൊരു മിഡ്ഫീൽഡാണ് പോർച്ചുഗൽ മിഡ്ഫീൽഡ്. എന്താണ് ഇവിടെ കഥ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നോക്കി നോക്കൂ. ജസ്റ്റ് വിറ്റീന്യ ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, ബെർണാർഡോ സിൽവ ഉണ്ട്, ജോ നവാസ്. ഫക്ക് ബ്രോ, ഇതെന്താ കഥ? എടാ ഇതിലും വലിയൊരു മിഡ്ഫീൽഡ് കോംബോ എവിടെ ഉള്ളത്? ഹെവി മൂഡ് ബ്രോ. ആൻഡ് ഈ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ വെച്ചിട്ട് പോർച്ചുഗലിന് എത്രത്തോളം പോകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം
അത്രത്തോളം അസാധ്യമാണ്. ഞാൻ പറയാം ഈ ഒരു മിഡ്ഫീൽഡൊക്കെ കണ്ടു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പോർച്ചുഗൽ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നില്ല. കാരണം അത്രയും പെർഫോമൻസ് വൈസ് എനിക്ക് തരാൻ പറ്റിയാൽ പ്രതീക്ഷക്കുള്ള സാധനം ഈ ഒരു സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി ഫൈനലി കഴിഞ്ഞു. ഇനി മിഡ്ഫീൽഡ് നമ്മൾ സംസാരിച്ചു, അറ്റാക്കിങ്ങിനെ പറ്റി മിഡ്ഫീൽഡ് നമ്മൾ സംസാരിച്ചു, ഡിഫൻഡേഴ്സിനെ പറ്റി സംസാരിച്ചു, ഗോൾ കീപ്പേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഫൈനൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറ്റാക്കിങ്, അതായത് സ്ട്രൈക്കിംഗ് ഏരിയ. ആരാണ് അടിക്കാനുള്ളത്? ജോ ഫെലിക്സ്. യെസ്, ജോ ഫെലിക്സ് അൽ നാസർ പ്ലെയർ ആണ് ഇപ്പോഴത്തെ. അണ്ണന്റെ മോൻ ജോ ഫെലിക്സ്. ട്രിൻകാവോ അറിയാത്തവരുണ്ടോ? ഫോട്ടോ കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്ക്. കൊൻസിയാസോന്റെ പേര് മാത്രം എനിക്ക് അറിയില്ല കേട്ടോ. ഫ്രാൻസിസ്കോ ചെക്കനെ എന്താ പറയാ, ചെക്കനെ മറ്റേ ജോണ്ടസിൽ ഞാൻ കാണലുണ്ട്. ഇവന്റെ തന്തന്റെ കളിയും ഞാൻ കണ്ടിട്ടുണ്ട്. അസാധ്യമാണ്, തന്തയെ പോലെ തന്നെയുള്ള ചെറുക്കനാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇവന്റെ പേര് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെഡ്രോ നെറ്റോ, ചെൽസി പ്ലെയർ ആയിട്ടുള്ള പെഡ്രോ നെറ്റോ ടീമിലുണ്ട്. പെഡ്രോ നെറ്റോ ഒക്കെ അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. റാഫേൽ ലിയാവോ ഇത് ഒരു നല്ലൊരു മൂവ്മെന്റ് ആണ്. റാഫേൽ ലിയാവോ എന്ന് പറഞ്ഞ പ്ലെയറിനെ ഞാൻ പറയട്ടെ, മൂപ്പരെ ഒരു ഓറ കൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ക്വാഡ് നമ്പർ വരുന്നത്. കാരണം മൂപ്പർ ഇപ്പം ഇറ്റാലിയൻ സീരിയയിലാണ് കളിക്കുന്നത്. കമ്പാരിങ് ടു അതർ പ്ലേയേഴ്സ്, അത് പോർച്ചുഗലിന്റെ പുറത്തുള്ള ലീഗിൽ അറ്റാക്കിംഗ് കളിച്ച് കുറെ അറ്റാക്കേഴ്സ് ഉണ്ട്. എന്നിട്ടും സീരിയ എന്ന് റാഫേലിയോനോട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, കാരണം സീരിയന്റെ ഒക്കെ അവസ്ഥ ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പ്രൈം സീരിയ കാണുന്ന എസി മിലാൻ ഡെർബികളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം പണ്ട് എന്തായിരുന്നു സീരിയ എന്നുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സീരിയന്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നിട്ടും അവിടുന്ന് റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസ് കോച്ച് റാഫേലിയോനെ എടുത്തിട്ടുണ്ടെങ്കിൽ റാഫേലിയാവോ എന്താണെന്നുള്ളത് ലോകത്തിന് മനസ്സിലാവുന്നതാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുണ്ട്. റാഫേലിയോ വിങ്ങില് ഹെവി ബീസ്റ്റ് പ്ലെയർ ആണ് റാഫേലിയോ. കിട്ടിയാണെങ്കിൽ ബോൾ കൈ കിട്ടിയ അടിപൊളി ചെക്കനാണ്. പക്ഷെ എന്താണ് ഈ ചെക്കന് ഇവിടെയൊക്കെ ഒരു മിസ്സിങ്. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പിൽ ചെക്കന് നല്ല ടൈമിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയാൽ അടിപൊളിയായിട്ട് എരമ്പി കയറാൻ കൈയുള്ള ചെക്കനാണ്. ആൻഡ് ഗൊൺസാലോ റാമോസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്വിറ്റ്സർലാൻഡിനെതിരായിട്ടുള്ള മത്സരത്തിലാണെന്ന് തോന്നുന്നു, അണ്ണൻ ഇല്ലാത്ത സമയത്ത് അണ്ണന്റെ പൊസിഷനിൽ കളിച്ചിട്ട് ഹാട്രിക് അടിച്ചിട്ട് ഒരു സെലിബ്രേഷൻ ഒക്കെ നടത്തിയിട്ടുള്ള പ്ലെയർ ആണ്. അത്യാവശ്യം ഇപ്പൊ PSG കളിക്കുന്നത്. അത്യാവശ്യമല്ല, നല്ലൊരു കാപ്പബിലിറ്റി ഉള്ള, ടെക്നിക്കലി അത്യാവശ്യം ഏബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്. ആൻഡ് അറ്റാക്കിങ് അത്ര മോശമൊന്നുമില്ല കേട്ടോ. ആൻഡ് ഫൈനലി അത് പറയാൻ ഈ പേപ്പറിന്റെ ആവശ്യം അല്ലെങ്കിൽ ലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു എൻഡിൽ നിൽക്കുന്ന, എന്താണോ പോലും എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഈ ഒരു എൻഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു 41 വയസ്സിലും അയാളുടെ നാഷണൽ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പറയുമ്പോൾ അദ്ദേഹം ഒരു വൈറ്റ് റൺ പ്ലെയർ ആണ്. പക്ഷെ ഇപ്പോഴും പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് അണിയാൻ അതിനോളം പോകുന്നൊരു കൈ അവിടെ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദ വൺ ആൻഡ് ഓൺലി, ദ പ്യൂർ മാസ്റ്റർ ക്ലാസ്, ദ ബ്രില്യൻ പ്ലെയർ. എന്താ കൂടുതൽ പറയാനൊന്നുമില്ല. ഒരു ഇമോഷനാണ്. അതായത് 10,000 അല്ലെങ്കിൽ ലക്ഷങ്ങളെ അല്ലെങ്കിൽ കോടികളെ ഇത്തരം ഒരു ലോഗോ നെഞ്ചോട് ചേർക്കാൻ, ഇങ്ങനെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ചാലിക്കാൻ പഠിപ്പിച്ച ദ വൺ ആൻഡ് ഓൺലി മാസ്റ്റർ, ദ മാസ്റ്റർ ഓഫ് ക്ലാസ്, അത്രേ ഉള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം ഇല്ലാതെ സ്കോഡ് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ്. 41 വയസ്സിൽ അയാളുടെ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് USA ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ദ ലാസ്റ്റ് ഡാൻസ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ഗോട്ടിന്റെ ലാസ്റ്റ് ഡാൻസ്. ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണ് ക്രിസ്ത്യാനോന്റെ കാര്യത്തിൽ. കാരണം 41 വയസ്സിൽ അയാൾ ട്രൈ ചെയ്യുന്ന ചില ഗോൾ അറ്റംപ്റ്റുകളൊക്കെ ഉണ്ട്, ബൈസിക്കിളൊക്കെ പോലെ. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് ഒരു 41-കാരനാണെന്ന് നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ പല ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ടാപ്പിൻ ഗോളുകൾ മാത്രമാണെന്നൊക്കെ ഉള്ളത്. അതിനൊക്കെയുള്ള മറുപടി ഈ ഒരു സീസണിൽ തന്നെ കുറെ അധികം മുപ്പര് കാണിച്ചു കൊടുത്തു. 4-5 ഗോളുകൾ മുപ്പര് കാണിച്ചു കൊടുത്തു. ഫ്രീ കിക്ക് ഗോളുകൾ മുപ്പര് കാണിച്ചു കൊടുത്തു, ബൈസിക്കിൾ അടിച്ച് കാണിച്ചു കൊടുത്തു, ഹെഡർ കൂടെ കാണിച്ചു കൊടുത്തു. കൂടുതലും നമ്മളങ്ങനെ ഇതിനെപ്പറ്റി ആവേശം വിളിക്കുന്നതായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്ത്യാനോന്റെ ഓറ തെളിയിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ
വാചാലരായിട്ട് മറ്റുള്ളവർക്ക് ഹീറ്റേഴ്സിനെ കൊണ്ട് ഇനിയും താക്കിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം യു ക്യാൻ ഡിഫൈൻ ഹിസ് ഓറ എന്നുള്ളതാണ്. കാരണം അത് അത്രമേൽ വലുതാണ്, നിങ്ങളുടെ അളവുകോലുകൾക്ക് അയാളെ അളക്കാൻ സാധിക്കില്ല. കാരണം അയാളുടെ നാമം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്. സോ ഗൈസ്, ഇതാണ് പോർച്ചുഗൽ സ്ക്വാഡ്. ആൻഡ് ഫൈനലി നമ്മൾ പറയാൻ വിട്ടുപോയതല്ല, ഞാനത് എൻഡിങ്ങിലേക്ക് വെച്ചതാണ്. സംതിങ് സ്പെഷ്യൽ ഈ ഒരു സ്ക്വാഡിൽ ഡിഗോ ജോട്ട എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കാലത്തിൽ പൊലിഞ്ഞ, അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഒരു പ്ലെയർ കൂടിയുണ്ട്. അതായത് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ആദരവ് അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മൊമെന്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഗെയിമാണെന്നും അല്ലെങ്കിൽ ഫുട്ബോൾ ദൈവത്തിന്റെ ഒക്കെ ഗെയിമാണെന്ന് പറയുന്നതും. ആൻഡ് കഴിഞ്ഞ നാഷൻസ് ലീഗ് ഒക്കെ വിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ജോട്ട നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ജോട്ട പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ലെജൻഡിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആരാധനാപാത്രത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വേൾഡ് കപ്പ് ഞങ്ങൾ എങ്ങനെയെങ്കിലും നേടും എന്നുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും കഴിഞ്ഞ കുറെ വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് ടു മച്ച് ബെറ്റർ ആണെന്നുള്ളതാണ്. കാരണം മിഡ്ഫീൽഡ് അടിപൊളിയാണ്, അറ്റാക്കിങ് അടിപൊളിയാണ്, ആൻഡ് ഡിഫൻസ് അടിപൊളിയാണ്. ഏത് ഏരിയ വെച്ച് നോക്കിയാലും മറ്റേത് ടീമുകളെയും ബീറ്റ് ചെയ്യാൻ പറ്റുള്ള ടീം നിലവിൽ പോർച്ചുഗലുണ്ട്. സോ ഗൈസ്, നമുക്ക് കാത്തിരിക്കാം 2026 വേൾഡ് കപ്പിൽ അണ്ണന്റെ അവസാന ആട്ടം അത് ഒരു കപ്പോട് കൂടി, അതായത് ഈ ഒരു കപ്പ് വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കലാശിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവില്ലടാ. 2026 വേൾഡ് കപ്പ് ഒരു പോർച്ചുഗൽ നേടും എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഗൈസ്, നമ്മളെ ഈ ഒരു വീഡിയോ, ഈ ഒരു സെക്കൻഡ് ഓറ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസിലെ സെക്കൻഡ് വീഡിയോ, പോർച്ചുഗലിന്റെ ഒരു സ്ക്വാഡ് പരിചയപ്പെടുന്ന ഈ ഒരു വീഡിയോയുടെ കലാശിക്കുകയാണ്. പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. ബൈ.